ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് ഹായ് വിജയ് മാഷ്, ഹായ്. ഹായ് വിജയൻ ഹായ് മാഷേ, ഹായ് ഹായ്. ഓക്കെ, വളരെ രസകരമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയത്. ശരിക്കും ഇത് മദ്യാസക്തർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും, സാധാരണ ജനങ്ങൾക്കൊക്കെ തന്നെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. മറ്റൊരാളുടെ പ്രവർത്തികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വിചാരിച്ചതുപോലെ മറ്റ് പലരും പെരുമാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കല്ല പ്രശ്നം ഉണ്ടാവുന്നത്, എനിക്ക് പ്രശ്നം ഉണ്ടാവും. എനിക്കതിനോട് യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ അസ്വസ്ഥനാവും. ഞാൻ അസ്വസ്ഥനായി കഴിയുമ്പോൾ എൻ്റെ എനർജി താഴോട്ട് പോകുന്നു. മനസ്സിൻ്റെ ശക്തി ദൗർബല്യം കാണിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ മനസ്സിന് ശക്തി വീണ്ടെടുക്കാൻ നമുക്കറിയാവുന്ന ഒരു മാർഗമായിരുന്ന മദ്യപാനത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ പലപ്പോഴും മദ്യപിക്കാൻ പോയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ മനസ്സിന്റെ എടുത്ത തീരുമാനവും അതിനുള്ള ശക്തി ക്ഷയിക്കുകയാണ്. അത് ശക്തി പോവാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു 10-30 ഘടകങ്ങളെങ്കിലും നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴൊക്കെയാണ് നമ്മുടെ ശക്തി കുറയുന്നതെന്ന്. മദ്യപിച്ചുകൊണ്ടിരുന്ന ആ ശക്തി കുറഞ്ഞ സമയങ്ങളിലെല്ലാം നമ്മൾ സപ്പോർട്ടായിട്ട് ഈ മദ്യത്തെയാണ് നമ്മൾ എന്താ പറയുക ആശ്രയിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ആശ്രയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റുള്ള ആൾക്കാർ. ഏറ്റവും നമ്മളെന്നും തന്നെ നമ്മൾ ഈ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. എപ്പോഴും കുടുംബാംഗങ്ങൾ വേണം, അതുപോലെ സുഹൃത്തുക്കൾ വേണം, ഏയിലുള്ള ആൾക്കാർ വേണം. ഇനി ഓഫീസിൽ പോവുകയാണെങ്കിൽ അവര് വേണം, വണ്ടിയിൽ പോവുകയാണെങ്കിൽ വണ്ടിയിൽ കൂടെ സഹയാത്രികരുണ്ടാവും, അവരുണ്ടാവണം എന്ന് വേണ്ട. നമ്മൾ ഒരു ദിവസം തന്നെ 100 കണക്കിന് ആൾക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. അവരുടെ ഒരു അസ്തിത്വമോ അല്ലെങ്കിൽ വ്യക്തിത്വമോ അത് അവരുടേതായ ഒരു വ്യക്തിത്വമാണുള്ളത്. എനിക്കും ഒരു വ്യക്തിത്വമുണ്ട്. പക്ഷെ എൻ്റെ ഈ വ്യക്തിത്വത്തിനോട് യോജിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അത് ചിലപ്പോൾ 100 പേരെടുത്താൽ ചിലപ്പോൾ ഒരാളെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തരായ ആൾക്കാരാണ് നമ്മൾ ചുറ്റും കാണുക. അത് ഏക്കകത്തും അത് അങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് പോകരുത്. ഏക്കകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും നന്നായിട്ടുള്ള ആൾക്കാരാണെന്നും എല്ലാവരും എന്നോട് നന്നായി പെരുമാറുമെന്നും നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവും. അപ്പോൾ ആൾക്കാരെല്ലാവരും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിക്കുക. നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ കുടി നിർത്തി ഇങ്ങനെ നടക്കുകയാണ്, ഒരു കൊല്ലോ 2 കൊല്ലോ ഒക്കെ ആയിക്കഴിഞ്ഞാലും എന്നാലും വിശ്വാസം വരാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെ ആൾക്കാരുടെ മധ്യത്തിലിട്ട് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിപ്പോ 21 വർഷമായി കുടി നിർത്തിയിട്ട്. ഈ ജൂലൈ 9 ആവുമ്പോൾ 21 വർഷമാവുക. എന്നാലും ഞാൻ പണ്ട് കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഏതോ ഡയലോഗ് വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരാള് എന്നോട് പറഞ്ഞു, 21 വർഷങ്ങൾക്ക് മുമ്പ്. അത് അയാൾക്ക് എന്തോ ഒരു വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. അയാളത് ചിരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ മുമ്പിൽ അത് അയാള് വലിയൊരു കാര്യം ചെയ്തതുപോലെ അയാൾ കാണിക്കുകയും ചെയ്തു. ശരിക്കും എന്നെ ഒരു തരം അവഹേളിക്കുന്ന തരത്തിലാണ് അയാൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനും ആ കൂടെ ഒന്ന് ചിരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുക ചെയ്തത്. അപ്പൊ ഈ ആൾക്കാര് ഇത് നമ്മൾ കുടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഉള്ള ഓരോ വിക്രികൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാണിച്ച് നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തും.
നമ്മളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി കുടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. നമ്മൾ കുടിക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഇവർക്കുണ്ടാവുന്ന അസ്വസ്ഥത, ആ, കുടിയന്മാരുടെ അടുത്ത് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. നമ്മൾ തീരെ അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാർ നമ്മളോട് പെരുമാറുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ അസ്വസ്ഥരാവുകയല്ല വേണ്ടത്. അത് അവരങ്ങനെ പെരുമാറുന്നത് അവരുടെ സ്വഭാവമാണ്. അത് അവർക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. അത് എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് ശ്രമിക്കുകയും കൂടി ചെയ്യുക. അതാണ് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതിന്റെ പൊരുൾ അതാണ്. അങ്ങനത്തെ ഒരു കാര്യവും എൻ്റെ സുബോധത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉയർന്ന ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള ശക്തി നമ്മൾ സംഭരിക്കേണ്ടി വരും. ശക്തി കുറഞ്ഞു കഴിയുമ്പോൾ മനസ്സിന്റെ ഒരു എനർജി ലെവൽ താഴ്ന്നിരിക്കുകയാണെങ്കിൽ, അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം എപ്പോഴാണ് ഈ എനർജി ലെവൽ താഴ്ന്നു പോകുന്നത്. താഴ്ന്നു പോകുന്നത് നമുക്കറിയാം. ഒരു നിരാശ വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ, ഒരു ദേഷ്യം വരുമ്പോ, ഒരു അതിനിപ്പോ അസൂയ വരുമ്പോഴായാലും സ്വാർത്ഥത വരുമ്പോഴായാലും എല്ലാം തന്നെ നമ്മുടെ എനർജി താഴ്ന്നു പോവുക ചെയ്യുക. നഷ്ടബോധം വരുമ്പോ, അവനവനെ കുറിച്ചുള്ള സ്വയാനുകമ്പ വരുമ്പോ ഒക്കെ എനർജി അങ്ങോട്ട് പോവും. എന്നിട്ട് എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതാണ് എനർജി താഴ്ന്ന ഒരവസ്ഥ. എനർജി ഉയർന്ന ഒരവസ്ഥയാണെങ്കിൽ നല്ല ഉത്സാഹവും ഉന്മേഷവും അതുപോലെ തന്നെ ആവേശവും മറ്റുള്ളവരുടെ പെരുമാറാനും ഒക്കെ ഉള്ളൊരു സന്തോഷവും ഒക്കെ ഉണ്ടാവും ഈ എനർജി ഉയർന്ന ഒരവസ്ഥയിൽ. ഈ എനർജി താഴ്ന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എനർജിയെ ഒന്ന് താഴ്ത്തി കിട്ടണമെങ്കിൽ എനർജിയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നമ്മളുടെ ചിന്തയാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എൻ്റെ ചിന്തയാണ്. ആ ചിന്ത ഞാൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്യും. ആ വിശകലനം ചെയ്യുന്നത് നെഗറ്റീവ് വിശകലനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ എനർജി താഴ്ന്നു പോകും. പോസിറ്റീവ് വിശകലനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എനർജി ഹൈ ആയിട്ട് വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ വിശകലനം നെഗറ്റീവിലേക്ക് പോകാനാണ് അതിൻ്റെ പ്രവണത. സ്വാഭാവികത അതാണ്. അവിടെ നമ്മൾ കുറേം കൂടി ഉയർന്ന് ചിന്തിച്ചാൽ മാത്രമേ എന്തിനാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്താണ് കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ എനർജി ലോസ് ആവാതിരിക്കുക. അപ്പോൾ അതാണ് ബാക്കിയുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അവരുടെ പെരുമാറ്റം നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ്. അത് അവരങ്ങനെ പെരുമാറും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുടി നിർത്തി ആദ്യമായി എയിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരെയാണ്. ഈ ആളുകളെ കണ്ടത് വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരുമായിരുന്നു. എയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്തരം ചില ആൾക്കാരെ കാണാൻ പറ്റിയത്. ഞങ്ങളോട് സംശയമില്ലാത്ത, ഞങ്ങളുടെ താല്പര്യമുള്ള, ഞങ്ങളുടെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എനർജി ലെവൽ കുറച്ചങ്ങോട്ട് ഉയർന്നു. എന്നിരുന്നാലും അവിടെയുണ്ട് പ്രശ്നം. ഞങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില ആളുകളെ എയുടെ അകത്തും പുറത്തും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എയ്ക്ക് പുറത്തുള്ള ഞങ്ങളുടെ സ്നേഹിതർ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നിവർ ഞങ്ങൾ ഇപ്പോഴും കുടി തുടരുന്നു എന്ന രീതിയിൽ ഞങ്ങളോട് പെരുമാറുന്നതായി അനുഭവമുണ്ട്. ഞങ്ങൾ യഥാർത്ഥമായും കുടി നിർത്തി എന്ന് വിശ്വസിക്കണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സമയം വേണം. എന്തു പറഞ്ഞാലും ഞങ്ങൾ മുൻകാലങ്ങളിൽ പിന്നീട് ആരംഭിക്കാൻ വേണ്ടി മാത്രം പല പ്രാവശ്യം കൂടി നിർത്തിയതുമാണ്. പണ്ട് പല പ്രാവശ്യം കൂടി നിർത്തിയ ഒരാളെന്ന നിലയ്ക്ക് അത് അറിയാവുന്ന ഒരാള് ഞാനിപ്പോ കൂടി നിർത്തിയിട്ട് 2 കൊല്ലമായി എന്ന് പറഞ്ഞാൽ തന്നെയും വിശ്വാസം വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാര്യമാർക്കൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് റിലാപ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് കുടി നിർത്തി ഇപ്പൊ 1 വർഷം 2 വർഷം ആയാൽ പോലും അവരുടെ മുഖത്തൊരു ചിലപ്പോൾ സന്തോഷം വരില്ല. കാരണം ഇയാൾ ഇനി കുടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം അനുഭവം അങ്ങനെയാണുള്ളത്. അപ്പൊ അങ്ങനെ പെരുമാറുന്ന ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് ചിലപ്പോൾ നല്ല സ്നേഹിതരാവാം, കുടുംബക്കാരാവാം, അതുപോലെ ഓഫീസിലുള്ളവരാവാം. ഇവരൊക്കെ ഇങ്ങനെ ഇറിറ്റേഷൻ ആക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ വരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം
അവരൊക്കെ എല്ലാ മനുഷ്യരും നമ്മുടെ ഒക്കെ ഒരു സംഗതി എടുത്തു കഴിഞ്ഞാല് അവര് പാർക്കുന്ന ലോകവും ജീവിക്കുന്ന ലോകവും രണ്ടും രണ്ടാ. ഈ പാർക്കുന്ന ലോകം നമ്മൾ താമസിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഈ ഭൂമി, ഈ വീട് അല്ലെങ്കിൽ ഈ സ്ഥലമാണ്. നമ്മൾ എല്ലാവരും പാർക്കുന്നത് ഒരേ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും, ഒരേ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് പാർക്കുന്ന ലോകം. എന്നാൽ ജീവിക്കുന്ന ലോകം അതല്ല. ജീവിക്കുന്ന ലോകം എന്ന് വെച്ചാൽ ഒരേ കൂരയുടെ കീഴിൽ ഒരേ വീടിന്റെ അകത്ത് താമസിക്കുന്ന 4 പേരും ജീവിക്കുന്ന ലോകം 4 ലോകമാണ്. ആ ലോകം അവര് സൃഷ്ടിച്ചതാണ്. അവരുടെ ചിന്ത, ഓരോരുത്തരുടെയും ചിന്തയിൽ കൂടി അനുഭവങ്ങളിലൂടെ ഓരോരുത്തരും സൃഷ്ടിച്ചെടുത്തതാണ് അവരുടെ ജീവിക്കുന്ന ലോകം. അതാണ് അവരുടെ കാഴ്ചപ്പാട്. ആ ലോകം വളരെ കാലത്തെ അനുഭവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ്, ആ ജീവിക്കുന്ന ലോകം വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് തന്നെ. ഒരു വീട്ടിൽ തന്നെ ഉള്ള ഒരു അന്ധനായ ഒരാളും അല്ലാത്ത ഒരാളും രണ്ടുപേര് താമസിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരും ജീവിക്കുന്ന ഒരു വീട്ടിന്റെ അകത്താണെങ്കിൽ പോലും അവര് ജീവിക്കുന്ന ലോകം രണ്ടും രണ്ടാണ്. അപ്പൊ അതുപോലെ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും, നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം അവരവരുടെ അനുഭവങ്ങളിലൂടെ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകത്താണ് അവരുള്ളത്. അതേപോലെ ഒരു ലോകത്താണ് ഞാനുള്ളത്. അപ്പൊ എന്റെ ലോകം എന്റെ അനുഭവങ്ങളിലൂടെ വന്നതായതുകൊണ്ട് എന്റെ അനുഭവം വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടും അവരുടെ ലോകം വേറെയാണ്. ആ ലോകത്തിനനുസരിച്ച് അവര് നമ്മളോട് ഇടപെടുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. അത് അവരുടെ രീതിയാണ്. അത് എൻ്റെ അനുഭവമായിട്ട്, എൻ്റെ ലോകവുമായിട്ട് ഒരു ബന്ധം പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അവരുടെ കുറ്റമല്ല, എന്റെയും കുറ്റമല്ല. കാരണം അവരെ അങ്ങനെ ആക്കി തീർത്തത് അവരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് അത് എൻ്റെ അനുഭവം അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് അനുസരിച്ച് ഇവരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് നടക്കാത്ത കാര്യമാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന ഒരു ആപ്തവാക്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഇല്ലാതെ പോകും. അതല്ല അവരെന്താ അങ്ങനെ ഇവരെന്താ ഇങ്ങനെ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളുടെ എനർജി ലെവൽ താഴ്ന്നു പോകും. ആ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥനാവും. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം അവർക്ക് അവരുടേതായ വഴി ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആശയത്തെ പ്രായോഗികമാക്കാൻ ആരംഭിക്കും മുമ്പ് നമ്മൾ താഴെ പറയുന്ന യാഥാർത്ഥ്യത്തെ തീർച്ചയായും അഭിമുഖീകരിക്കണം. ഏയിലും മറ്റെല്ലായിടത്തും പലപ്പോഴും നമ്മൾക്ക് യോജിക്കാനാവാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. വിഭിന്നതകൾക്കിടയിൽ ജീവിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ സ്വസ്ഥതയ്ക്ക് അത്യാവശ്യമാണ്. ഇതാണ് ലോകം. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും. അല്ലാതെ എല്ലാവരും ഒരേപോലെ അല്ല. നമ്മൾ ഇനി വേറെ ഒരു രസമുണ്ട്. ഈ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആകെ ടെൻഷനുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും പ്രശ്നങ്ങളും ഇല്ല, പ്രതിസന്ധികളും ഇല്ല, ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല എന്നാണ് പലപ്പോഴും നമ്മളുടെ ചിന്ത. അവിടെ എന്നെ പോലെ ആണെന്നല്ല വിചാരിക്കുന്നത്. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, എല്ലാവരും സുഖകരമായി ജീവിക്കുന്നില്ലെന്ന്. ഈ ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ വമ്പൻ പ്രതിസന്ധികളെ അവർ നേരിടുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള ആൾക്കാർ എന്നോട് ഇടപെടുന്നുണ്ട്. അപ്പൊ എന്നോട് മോശമായിട്ട് ഇടപെടുന്ന ഒരാളുടെ ഉള്ളിൽ അപാരമായ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്, നീറുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് അയാൾ എന്നോട് പെരുമാറുന്ന മോശം പെരുമാറ്റം. അതല്ലാതെ അയാൾ നല്ലൊരു മനുഷ്യനാവുകയും അയാൾ എന്നെ മാത്രം തെരഞ്ഞെടുത്ത് പിടിച്ച് ആക്രമിക്കുക അല്ല ചെയ്യുന്നത്. അത് അയാളുടെ ഉള്ളിലെ അയാളുടെ ലോകം ആ തരത്തിൽ കലുഷിതമായ ഒരു ലോകമായതുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത്. അയാള്
മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ വീട്ടിലിപ്പോ ഭാര്യ ആയാലും മക്കളായാലും ഇവരൊക്കെ തന്നെ അവർക്ക് എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഞാൻ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള മനപ്രയാസങ്ങൾ എവരി ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുണ്ടാവും. എല്ലാ മനുഷ്യരും തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ അനുഭവിക്കുന്നേക്കാൾ പ്രയാസം ഈ പറയുന്ന ആൾക്കാരൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് കുറച്ച് മാറ്റങ്ങൾ വന്ന ഒരാളുടെ അത്രയും അതിനേക്കാൾ പ്രശ്നമാണ് ശരിക്കും എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ കൂടി നീറി പുകഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇത് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് അവരെല്ലാവരും നല്ല സുഖകരമായി ജീവിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഒരാൾ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഉള്ളിലെ തീവ്രമായ വികാരത്തിന്റെ ഒരു ഒരു പ്രകടനമായിട്ട് എടുക്കുകയാണെങ്കിൽ അയാളോട് ഒരല്പം അനുതാപം തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ല അയാൾ നല്ല നിലയിലായി നിൽക്കുമ്പോഴാണ് അയാൾ എന്നെ കാണുമ്പോൾ മാത്രമാണ് പറയുന്നത് എങ്കിലാണല്ലോ കുഴപ്പമുള്ളൂ. അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു, ബാക്കിയുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ വഴി അവരങ്ങ് വിട്ടാ മതിയല്ലോ. അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് ഒന്ന് വിട്ട് കൊടുക്കാൻ നമുക്ക് ഒരു മനസ്സ് വരണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അവർക്ക് എന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ അവിടെ അതാണ് വിഭിന്നത എന്ന് പറയുന്നത്. പോട്ടെ, എന്തായാലും ജീവിക്കാൻ അനുവദിക്കുക എന്ന് നമ്മൾ സ്വയം പറയുന്നത് ഏറ്റവും സഹായകരമായിരിക്കും. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്വഭാവമാണ് മാറേണ്ടത്. ഈ ഇതിൻ്റെ അകത്ത് ബിഗ് ബുക്ക് പറയുന്നുണ്ട് ഒരു മാനസിക മാറ്റം സംഭവിക്കണം. നമ്മളില് കുടിച്ചുകൊണ്ട് നടന്ന കാലത്ത് നമ്മളുടെ ഒരു മനസ്സ്, ആ മനസ്സ് തന്നെയാണ് കുടി നിർത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് പിന്നെയും കുടിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒരു മാനസികമായ ഒരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ സംഭവിക്കുകയാണ് എങ്കിൽ നമുക്ക് കുടിക്കാതിരിക്കാം. ഇതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് മനസ്സ്? ശരീരവും മനസ്സും ഇങ്ങനെ രണ്ട് ഭാഗമാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഏരിയയാണ്, അതിന്റെ കൺട്രോളറാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഈ ശരീരത്തെ ബാധിക്കുന്ന ചൂടും തണുപ്പും കാറ്റും വെളിച്ചവും ഒക്കെ ശരീരത്തെ ഇത് ബാധിക്കുമെങ്കിൽ ഇതേപോലെ മനസ്സിനെ ബാധിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഈ മനസ്സാണ് നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് തകരാറിലാണെങ്കിലോ ഈ പറയുന്ന ശരീരം ചെയ്യുന്ന കാര്യങ്ങളും വളരെ മോശമായിരിക്കും. ഈ ശരീരവും മനസ്സിനെ കുറിച്ചും ഒരു ചെറിയ ഉദാഹരണം പറയുന്നത്, ഒരു കപ്പലിനോട് നമ്മളതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ജോലിക്കാരുള്ള ഒരു കപ്പല്, നല്ല എക്സ്പീരിയൻസ് നല്ല മിടുക്കന്മാരായിട്ടുള്ള ആ കപ്പലില് ഒരു പുതിയ കപ്പിത്താൻ വന്നു. ഈ കപ്പിത്താന്റെ വിചാരം ഈ കപ്പല് അയാൾക്ക് ഈ കപ്പൽ ഓടിക്കാനൊന്നും അറിയില്ല. അയാളുടെ വിചാരം ഈ കപ്പല് കടലിൽ ഇറക്കി കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് പൊക്കോളുന്ന. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ആ കപ്പൽ ഇങ്ങനെ പൊക്കോളും വിചാരിക്കുന്നു. അപ്പൊ ഈ ഓരോ ജീവനക്കാരും ഓരോ ഭാഗത്തുകാരും ഓരോരോ വലിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കപ്പിത്താൻ ചോദിക്കും, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്താ, അതൊക്കെ വിട്ടേക്ക്, അത് വേണ്ടാന്ന് പറഞ്ഞ് ഓരോ പണിയും ചെയ്യുന്ന ജോലിക്കാരെ മുടക്കിക്കൊണ്ടിരുന്നു. കാരണം അതിന്റെ ആവശ്യമില്ല, ഈ കപ്പല് സ്വയമേ ഇങ്ങനെ പൊക്കോളുമല്ലോ. കപ്പല് പോകാൻ വേണ്ടിയാണല്ലോ, ശരിക്കും പോകാൻ വേണ്ടിയാണല്ലോ കപ്പല് വെള്ളത്തിൽ ഇറക്കിയിട്ടുള്ളത്. കപ്പല് ജനിച്ചത് അത് സ്വയം പൊക്കോളുമല്ലോ. എന്നാൽ ഈ കപ്പിത്താൻ ഇതങ്ങനെ വിചാരിച്ച് കപ്പൽ ഇങ്ങനെ പോണു. ഈ പറയുന്ന എല്ലാ ജീവനക്കാരോടും കൊടുക്കുന്നു. അവസാനം അവരെല്ലാം പണി നിർത്തുന്നു. അവസാനം ഈ പായ്ക്കപ്പലാണ്, അത് കാറ്റു പിടിച്ച് മറിഞ്ഞ് അത് എല്ലാവരും മരിക്കുന്നു. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ
സംഗതി ഈ കപ്പല് സ്വന്തം അങ്ങ് പൊയ്ക്കോളും എന്നും അതിനെ ഈ അതിലെ പണിക്കാരാണ് ഇതിനെ കൊണ്ടു നടക്കണതെന്നും അങ്ങനെ ഈ പണിക്കാരെ നിയന്ത്രിക്കേണ്ടത് കപ്പിത്താനാണെന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ പോയി. അപ്പൊ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കപ്പിത്താനായിരുന്നുവെങ്കിൽ, പരിശീലനം സിദ്ധിച്ച, നാവിക പരിശീലനങ്ങളെല്ലാം സിദ്ധിച്ച ഒരു കപ്പിത്താനായിരുന്നുവെങ്കിൽ അയാൾക്ക് ഇയാളുടെ കപ്പലിലുള്ള ജോലിക്കാരെല്ലാം കൃത്യമായിട്ട് അയാൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയേനെ. അപ്പൊ ഇടയ്ക്ക് വെച്ച് കപ്പൽ മറിഞ്ഞു പോകാൻ കാരണം അത് നിയന്ത്രിച്ച ആ നിയന്ത്രണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കപ്പിത്താന്റെ തകരാറ്. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സ്. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു കപ്പിത്താനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ എല്ലാ സംഗതികളെയും അതിനെ നിയന്ത്രിക്കേണ്ട കപ്പിത്താനാണ് മനസ്സ്. അത് നല്ല പരിശീലനം സിദ്ധിച്ച കപ്പിത്താനാണ് എങ്കിൽ ആ എല്ലാ അവയവങ്ങളെയും നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ വന്നാൽ അവിടേക്ക് കപ്പലിലേക്ക് കയറി വരാനുള്ള കാറ്റിനെയും കോളിനെയും ഒക്കെ തടയാൻ കഴിയും. അതായത് വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, സ്വാർത്ഥത, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് വേണ്ടത് എന്താണോ അതിനെ മാത്രം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, സ്നേഹവും സന്തോഷം, സഹാനുഭൂതി തുടങ്ങിയിട്ടുള്ള കാര്യത്തെ, ദയ, കരുണ, ഇങ്ങനെയുള്ള കാര്യത്തെയാണ് ഈ കപ്പിത്താൻ എടുക്കുന്നതെങ്കിൽ, മനസ്സ് എടുക്കുന്നതെങ്കിൽ ശക്തി പകരുകയും, അതല്ല ഈ വേണ്ടാത്തതിനെയാണ് എടുക്കുന്നതെങ്കിൽ ശക്തി കുറയുകയും ചെയ്ത് ഈ കപ്പല് വെള്ളത്തിലേക്കാവും. ഇതെല്ലാം തീരുമാനം എടുക്കാനുള്ള മനസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല ഒരു മനസ്സ് തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള മനസ്സ് തന്നിട്ടുണ്ട്, തീരുമാനം എടുക്കാനുള്ള മനസ്സും തന്നിട്ടുണ്ട്. ഈ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. ഞാൻ എന്നിട്ട് വ്യത്യസ്തമായ തീരുമാനം എടുത്തിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ വേണ്ടാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, എൻ്റെ നാവിനെയോ എൻ്റെ കൈകളെയോ കാലുകളെയോ ഞാൻ വേണ്ടാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. അപ്പൊ എൻ്റെ വിജയത്തിന്റെയും എൻ്റെ പരാജയത്തിന്റെയും ഉത്തരവാദി ഞാനാവുന്നു. ഞാനാവുന്നത് ആവാൻ കാരണം എൻ്റെ ചിന്തയാവുന്നു. അപ്പൊ ഞാൻ ശരിയായി ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ എൻ്റെ തീരുമാനം ശരിയായേനെ. എൻ്റെ തീരുമാനം ശരിയായിരുന്നെങ്കിൽ എൻ്റെ പ്രവൃത്തി ശരിയായേനെ. എൻ്റെ പ്രവൃത്തി ശരിയായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം ശരിയായേനെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെയായി മാറിയേനെ. മദ്യപിച്ചു നടക്കുന്ന സമയത്ത് ഈ ചിന്തയ ഒക്കെ വികലമായിരുന്നു. ചിന്തയെ നമ്മൾ തെരഞ്ഞെടുത്തില്ല. വരുന്ന ചിന്ത എന്താണോ ആ ചിന്തയെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വന്നത്. ഇപ്പൊ നമ്മൾ മദ്യപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന എല്ലാ ചിന്തയെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ആവശ്യമുള്ളതിനെ തെരഞ്ഞെടുത്ത് ആവശ്യമില്ലാത്തതിനെ പടിക്ക് പുറത്ത് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പവർ, ശക്തി ഉണ്ടാവണം. ആ ശക്തിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഔട്ട്സൈഡ്, പുറമേയുള്ള ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ഒരു പ്രാപഞ്ചിക ശക്തി, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി നമുക്ക് എപ്പോ വേണമെങ്കിലും സഹായം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പൊ ആ ശക്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ശക്തിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ഒരു അപേക്ഷ കൊടുക്കണം. എനിക്ക് ആ ശക്തി വേണമെന്നൊരു അപേക്ഷ കൊടുത്താൽ മാത്രമേ ആ ശക്തി വരുള്ളൂ. ഇപ്പൊ കപ്പല് മുങ്ങി താഴാൻ നേരത്താണേലും മറ്റുള്ളവര് കപ്പലുകാർ ഓടി വരണമെങ്കിൽ ഒരു സന്ദേശമെങ്കിലും അയക്കണം. ഇത് എന്റെ കപ്പല് മുങ്ങി താഴാൻ പോവുകയാണ്, നിങ്ങൾ ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് മുങ്ങി താഴ്ന്നു കഴിഞ്ഞിട്ടേ മറ്റവരറിയൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു സന്ദേശം കൊടുക്കാനെങ്കിലും കഴിയുള്ളൂ. എനിക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു സഹായം ചെയ്യാനുള്ള ആൾക്കാര് ചുറ്റുമുണ്ട്, സഹായം ചെയ്യാനുള്ള ശക്തിയുമുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ ആ ശക്തിയോട് നമ്മൾ ഒരു അല്പം റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരല്പം എളിമ നമ്മളിൽ ഒരല്പം എളിമ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ചിന്തയെ നമുക്ക് ബലപ്പെടുത്താൻ കഴിയും. ഇനി ആ ശക്തി ആവാഹിച്ചെടുത്തില്ലെങ്കിലോ വേണ്ടാത്ത ചിന്ത വളരെ ശക്തിപൂർവ്വം നമ്മളിൽ വരികയും ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത,
ശക്തിയില്ലാതെ പ്രവർത്തിക്കുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ദുർബല ചിന്തകളാണ്, അത് നെഗറ്റീവായിരിക്കും, അത് നമുക്ക് ദോഷകരമായിട്ടുള്ളത്. ശക്തിയുള്ള ചിന്തയാണ്, ശക്തിയുടെ അകമ്പടിയോട് കൂടിയുള്ള ചിന്തയാണ് പോസിറ്റീവ് ചിന്ത വരിക. അത് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അത് ശക്തി പ്രാപിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് ബോധപൂർവം ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോസിറ്റീവ് വരുള്ളൂ. ബോധപൂർവം അല്ലാതെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒന്നും ചിന്തിക്കുന്നില്ല എന്ന്. അങ്ങനെ അയാൾ വെറുതെ ഇരിക്കുക, ബോധപൂർവം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ഇങ്ങനെ മാല പോലെ നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കും. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വികാരങ്ങൾ മുഴുവനും വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക, ശത്രുത തുടങ്ങിയിട്ടുള്ള ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ കയറി വന്നിരിക്കും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വരും. ഈ നല്ലത് വരണമെങ്കിൽ അത് ബോധപൂർവം ചിന്തയെ തെരഞ്ഞെടുക്കണം. ആ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പരമകാരുണികനായ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തിൽ നമ്മൾക്കുണ്ടാവുന്ന ആ നെഗറ്റീവ് ഫീലിങ്ങിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മറ്റൊരാൾക്കും എൻ്റെ കുടിയെ സ്വാധീനിക്കാൻ കഴിയില്ല. അയാളിനി എന്തെല്ലാം അവിടെ കിടന്ന് കുറച്ചാലും ഒച്ചയിട്ടാലും അവരേതൊക്കെ തരത്തിൽ പ്രലോഭിപ്പിച്ചാലും എന്നും നമ്മളെ അത് ബാധിക്കാതെ നമ്മൾ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ശക്തിയെ നമ്മൾ സംഭരിക്കേണ്ടി വരും. അതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള സംഗതിയെ നമ്മൾ കാണുന്നില്ലെന്ന്. ശരിക്കും നമ്മളുടെ വലിയ സംഭവമാണ്. നമ്മളുടെ ഒരുപാട് കഴിവുകളെയും ഒരുപാട് ശക്തികളെയും തിരിച്ചറിയാതെ പോയ ആൾക്കാരാണ് നമ്മൾ. ഈ പറഞ്ഞ വലിയ നേട്ടം നേടിയ പല ആൾക്കാരും വലിയ ശക്തിയോടുകൂടി പ്രവർത്തിച്ചവരൊക്കെ അതേപോലെയുള്ള ഒരു മനസ്സും എല്ലാ സംഗതിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവർക്കൊക്കെ അത്രയും വലിയ ശക്തി കൊടുത്തതാണ്. കൊടുത്തത് എല്ലാവർക്കും ഈക്വലാണ്. ഉപയോഗിച്ചത് എല്ലാവരും ഈക്വൽ ആയിട്ടല്ല. നമ്മൾ അത് ചെടുത്തെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഉള്ളില് അപാരമായ ഒരു ശക്തി വിശേഷം ഉണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ശക്തനാണ് ഞാൻ എങ്കിൽ ഈ പറഞ്ഞ പുറമേ നിന്ന് വരുന്ന ഒരു കൊടുങ്കാറ്റോ പോലും ഈ ഇതിനെ ബാധിക്കില്ല. അതല്ല ശക്തി ഇല്ലെങ്കിലോ ചെറിയ ഒരു കുളിർക്കാറ്റ് വന്നാൽ പോലും ഇത് മറിഞ്ഞു വീഴും. ഇപ്പൊ അതാ ശക്തി ഉള്ളതാണ് നമ്മൾ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയാതാണ്. ഓരോ മനുഷ്യരും എല്ലാവരും തന്നെ അപാരമായ സിദ്ധിയുമായിട്ട് ജനിച്ചവരാണ്. അതിന്റെ ഒരു 5% മുതൽ 10% വരെയാണ് സാധാരണ ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അത് കണ്ടെത്തിയിട്ടുമില്ല, അത് ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ അത് ഒന്ന് ശ്രമിച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന ഞാനേ അല്ല, ഈ നിൽക്കുന്ന നമ്മളെയല്ല നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. നല്ല ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ കഴിയും. ആ കഴിയുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിനെ ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന ഒരു സാധനം ഭയമാണ്. ഭയം ബാക്കി ഈ ഭാവിയെ കുറിച്ചുള്ള ഭയം, രോഗത്തെ കുറിച്ചുള്ള ഭയം, സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം, കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള ഭയം, അപകടത്തെ കുറിച്ചുള്ള ഭയം എന്ന് വേണ്ട എല്ലാ തരത്തിലും നമ്മൾക്ക് ഭയമാണ്. ഈ ഭയം വരുമ്പോഴേക്ക് സംഭവിക്കുന്നത് എനർജി ലോസ് ആവുക ചെയ്യുന്നു. ഏതെങ്കിലും ടെൻഷൻ എന്ത് സംഭവിക്കും, അയ്യോ അങ്ങനെ ആയാലും എന്താവും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എനർജി ലോ ആവുക ചെയ്യുക. ഈ ഭയം ഇല്ലാതായാൽ തന്നെ നമുക്ക് എനർജി ഹൈ ആയി കിട്ടും. ഭയം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എനിക്ക് എപ്പോഴും എന്നെ തുണയ്ക്കാൻ ഒരു ശക്തി കൂടെയുണ്ട്, എൻ്റെ കൂടെ ആളുണ്ട് എന്ന ഒരു അപാരമായ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയം കുറയും. ഭയങ്കരമായ ഒരു വിശ്വാസം. അതായത്
ഈ ചെറിയ കുട്ടികളെ നിങ്ങൾ നമുക്കറിയാലോ, ആ കുട്ടികൾ എത്ര ഹൈറ്റ് കയറിയിട്ട് ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞു അച്ഛൻ താഴെ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി എടുത്ത് ചാടും, എടുത്ത് ചാടും. കാരണം ആ കുട്ടിക്ക് ഭയമില്ല. ഭയം എന്ന് പറഞ്ഞ സാധനം വരുന്നു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയം ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് തോറ്റാലും നമുക്ക് ഭയമില്ല. അത് കഴിഞ്ഞ് ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുറേശ്ശെ ഭയം കയറാൻ തുടങ്ങിയത്. ഈ ഭയം കയറാൻ തുടങ്ങിയപ്പോഴാണ് എനർജി ലോസ് ആയത്. എനർജി ലോസ് ആയപ്പോഴാണ് നമ്മൾ മദ്യപിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമുക്ക് എല്ലാവരും അത്യാവശ്യം നല്ല നിലയിലൊക്കെ ആണെങ്കിലും പിന്നെ ഈ അടങ്ങാത്ത ഭയം, പല കാര്യങ്ങൾക്കും ഭയം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഭയത്തെ കുടിച്ചു പോകുമോ എന്നുള്ള ഭയം എന്ന് വേണ്ട, എല്ലാത്തിനും ഇങ്ങനെ ഭയം. അതിനെയൊക്കെ നമുക്ക് മറികടന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തെ നമുക്ക് എന്താ പറയാ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ ആരെന്ത് പറഞ്ഞാലും എന്തെല്ലാം ആക്കിയാലും എന്നെ അത് ബാധിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ മാത്രം നമ്മുടെ എനർജി താഴ്ന്നു പോവാതിരിക്കുക. എനർജി താഴ്ന്നു പോയാൽ കുടിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് എനർജി താഴ്ന്നു പോവാതെ സൂക്ഷിക്കാനാണ് ഈ പറഞ്ഞ ഒരു പോയിന്റ് ഉള്ളത്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. അത് അയാളെ കുറിച്ച്, അയാൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നെഗറ്റീവ് ചിന്തിച്ച എനർജി താഴെ പോകും. പക്ഷെ അത് അയാൾ അങ്ങനെയാണ്, ഞാൻ എന്താക്കാനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനർജി താഴെ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുടിക്കാതിരിക്കാനുള്ള ഇത് കിട്ടുന്നു. സത്യത്തിൽ മറ്റു വ്യക്തികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന പഠനത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എത്ര തന്നെ വിരോധമുളവാക്കുന്നതോ അനിഷ്ടകരമോ ആയ പെരുമാറ്റമായാലും ആ ഒരു പെരുമാറ്റം കുടിക്കാൻ തക്കവണ്ണമുള്ള വില അതിനില്ല. അതായത് എന്നെ കുടിപ്പിക്കാനായ ഉള്ള ഒരു ശക്തി വേറൊരാളുടെ പെരുമാറ്റത്തിനുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിനല്ല പ്രശ്നം, ആ പെരുമാറ്റത്തെ ഞാൻ എങ്ങനെ എടുത്തു എന്നുള്ള എൻ്റെ ചിന്തയാണ് എൻ്റെ പ്രശ്നം. അപ്പൊ മാറ്റം വരുത്താൻ കഴിയുന്നത് അയാളുടെ പെരുമാറ്റത്തെ അല്ല, മറിച്ച് അയാളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഞാൻ എന്ത് ചിന്തിച്ചു എന്നുള്ള ആ ചിന്ത എനിക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോ വേറൊരു ആംഗിൾ ചിന്തിച്ചു കഴിയുമ്പോൾ ആ എനർജി നമുക്ക് ലോസ് ആവുന്നില്ല. പക്ഷെ അയാളുടെ പെരുമാറ്റം മാറ്റാൻ നോക്കിയാലോ അതൊട്ടും നടക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ രോഗമോചനം നമുക്ക് അത്യധികം പ്രധാനപ്പെട്ടതാണ്. ഞാൻ സുഖകരമായി മദ്യപിക്കാതെ ജീവിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് മദ്യാസക്ത അങ്ങനെ മദ്യപിക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ അത് എന്നെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത് കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഈ മദ്യാസക്ത രോഗത്തിന് കൊല്ലാനുള്ള കഴിവുണ്ട്. മദ്യാസക്ത രോഗിയാണ് ഞാൻ. ആ രോഗം മൂർച്ഛിക്കാനുള്ള ഒരു കാരണമാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന്റെ നെഗറ്റിവിറ്റി എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല പ്രിക്വേഷൻ, ഒരു മുൻകരുതല്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റം എൻ്റെ സ്വഭാവത്തിനോ ചിന്തയ്ക്കോ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി അതിന് വിട്ടുകൊടുക്കരുത്. അത് എൻ്റെ തീരുമാനമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തി വിശേഷം ഞാൻ സംഭരിക്കണം. ആര് എന്ത് എവിടെയും പറഞ്ഞോട്ടെ, അത് പറയുന്നത് എനിക്ക് നെഗറ്റീവ് വികാരത്തിലേക്ക് പോവാതിരിക്കാൻ നോക്കണം. വേണമെങ്കിൽ പോസിറ്റീവ് ആക്കുകയും വേണ്ടിട്ടോ. വല്ലാതെ പോസിറ്റീവ് ആക്കുന്ന ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട്. അതായത് നമ്മളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ മറ്റൊരാളെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിനും ശരിക്കും നിൽക്കാൻ പാടില്ലെന്നാണ്. ഒരാളുടെ പ്രശംസ കേൾക്കുമ്പോഴേക്കും പൊങ്ങി പോവുക, അങ്ങനെയുള്ള ഒരാളുടെ ചീത്ത കേൾക്കുമ്പോഴേക്കും താഴ്ന്നു പോകും. അപ്പൊ അതുകൊണ്ട് മറ്റൊരാള് അത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ പൊങ്ങണോ പൊങ്ങണ്ടോ എന്നുള്ളത്. ഒരാളുടെ പ്രശംസ കേൾക്കുമ്പോഴേക്കും അല്ലാതെ പൊങ്ങണോ നമ്മളങ്ങ് തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കാതെയാണ് നമ്മൾ പൊങ്ങണതെങ്കിൽ അത് മറ്റുള്ളവരുടെ കയ്യിലാണ് നമ്മൾ എന്നുള്ളത് അവർക്ക് ബോധ്യമാവും. മറ്റുള്ളവരെ വിശേഷാൽ ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഉരസുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഫലം തരുന്നതാണെന്ന് ഞങ്ങൾ പഠിച്ചു. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതാണ് സുഖപ്പെടലിൽ വളരെ പ്രാധാന്യമറിയിക്കുന്നത്. ഇവിടെ എൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം.
അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ. ഇതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇവരെയൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ നല്ലത് അവരെ അങ്ങ് മനസ്സിലാക്കുകയാണ്. അപ്പൊ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. അതാണ് വസ്തുത നാം സൂക്ഷിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കെ ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരുടെ പെരുമാറ്റം പറയാം. അങ്ങനെ ആയിരിക്കും. നമ്മളുടെ തണുത്ത സമീപനം കാണുന്ന കുറെ വ്യക്തികളെ ഏതെങ്കിലും മറ്റിടങ്ങളിലൊക്കെ കണ്ടേക്കാം. ഒരുമാതിരി ചൊറിയുന്ന ആൾക്കാർ. അതുകൊണ്ട് എല്ലാവർക്കും അവരവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള അവകാശത്തെ നാം ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. അവർ അങ്ങനെ പെരുമാറുന്നത് അത് അവരുടെ ലോകമാണ്. അവരുടെ ഒരു ലോകം അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ലോകത്ത് നിന്നുകൊണ്ടേ അവർ പെരുമാറുള്ളൂ. ആ ലോകത്ത് നിന്ന് വളരാൻ അവർക്കൊട്ട് കഴിയുകയുമില്ല. പക്ഷെ ഞാനോ അങ്ങനെയല്ലല്ലോ. ഞാൻ എൻ്റെ ലോകത്തെ വളർത്താൻ പഠിച്ച ഒരാളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ചിന്തയെ മാറ്റാൻ കഴിയും, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റാൻ കഴിയും. ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരൊക്കെ വളരാത്ത ആൾക്കാരാണ്. അവരെവിടെയോ വളർന്ന് പഠനം നിർത്തിയ ആൾക്കാരാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണ് വളരേണ്ടത്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾക്ക് മറ്റുള്ളവർ അതേ അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ച് അതേ ആദരവ് നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ മിക്കവാറും അത് കിട്ടുകയും ചെയ്യും. പ്രതീക്ഷിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ചിലപ്പം നമുക്ക് നിരാശ വരും. അത് ഉപകാരം ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ വേണമെന്നാണല്ലോ പറയുന്നത്. നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ച് അയാള് ഉപകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശയായി. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയാല് എനിക്ക് ഞാൻ ചെയ്ത പല ഉപകാരങ്ങളും ചിലപ്പോൾ അവരൊക്കെ നമുക്ക് തിരിച്ച് അങ്ങനെയല്ല തന്നിട്ടുള്ളത്. മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്ത്, ഉപദ്രവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ഭുതം സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും എന്നെ അറിയ പോലും ചെയ്യാത്ത ആൾക്കാരുടെ സഹായം കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ കാരണമെന്ന്. അത്രമാത്രം അത്ഭുതകരമായ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഞാൻ എത്രയോ കാലം സഹായിച്ച ആൾക്കാർ നമ്മളെ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ കാരണം, അറിയാത്ത ആൾക്കാർ എന്നെ സഹായിക്കാൻ കാരണം ഞാൻ അവരെ സഹായിച്ചത് കൊണ്ടല്ല, മറിച്ച് ഞാൻ ഇപ്പറെ സഹായിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പറെ ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് എനിക്ക് സഹായം തിരിച്ചു തരിക എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ആ സഹായം എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഞാനൊരു എക്സാമ്പിൾ കണ്ടെത്തിയൊരു സംഗതി എന്ന് വെച്ചാല്, പല ആഘോഷങ്ങൾക്കും ഞാൻ മെസ്സേജ് അയക്കും. ഒരു 100 കണക്കിന് മെസ്സേജ് അയക്കും. അതിലൊരു 10% പേരെ തിരിച്ച് ഇങ്ങോട്ട് അയക്കാറുള്ളൂ. പക്ഷെ എനിക്ക് 100-ൽ കൂടുതൽ, ഞാൻ അങ്ങോട്ട് അയച്ചേക്കാൾ കൂടുതൽ മെസ്സേജുകൾ എനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. അത് മിക്കവാറും ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നാവില്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത, പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുക. ഇത് കറക്റ്റാണ്. ഇത് തന്നെയാണ് ലോകം. അതുകൊണ്ട് നമ്മള് ഈ പറഞ്ഞ ആൾക്കാര് സഹായിക്കുന്നവര് തിരിച്ച് സഹായിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നിരാശയായിരിക്കും ഫലം. അത് മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റം, അവര് നമ്മളോട് മോശമായിട്ടായിരിക്കും പെരുമാറുകയും ചെയ്യും. അതൊന്നും എൻ്റെ കുടിയെ ബാധിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇത് മറ്റ് സ്ഥലത്തു നിന്നാണ് ഇതിന്റെ പ്രതിഫലം കിട്ടുക എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആൾക്കാരുടെ നെഗറ്റീവ് പ്രതികരണങ്ങളെ ഞാനത് വകവയ്ക്കുന്നില്ല. ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓർക്കുന്നു പോലില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ പേരൊന്നും പറയാത്തത്. അത് ഞാൻ വിട്ടു. സംഗതി ഉണ്ട്, പൊതുവായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്ന് വെച്ചിട്ട് ഞാൻ ആ പരിപാടിയിട്ട് നിർത്തിയിട്ടില്ല. ഞാൻ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എനിക്ക് അവിടെ നല്ല തിരിച്ചു കിട്ടുക. സാധാരണയായി പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരേ അയൽപക്കത്തും കമ്പനിയിലും ക്ലബിലും അല്ലെങ്കിൽ എയിലും പരസ്പരം ആകർഷിക്കപ്പെടുന്നു. നാം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെടാത്ത ആളുകളെ നാം അധികം അലോസരപ്പെടേണ്ടതില്ല. ആളുകളെ ഓർത്ത്
അലോസരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചു പേരെങ്കിലും നമ്മളുടെ ഈ ചിന്തയുടെ വൈബ്രേഷൻ എന്ന് പറയും, ഒരു പ്രത്യേക വൈബ്രേഷനാണ് ഓരോരുത്തരുടെയും ചിന്തയ്ക്കുള്ളത്. ഈ ഇതേ വൈബ്രേഷൻ വേവ് ലെങ്തിലുള്ള കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റും കിട്ടും. കുറച്ചു പേരെ ആ വേവ് ലെങ്തിലുള്ള ആൾക്കാരുമായിട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുക. ആ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരുണ്ടാവും, കൂടിയ ആൾക്കാരുണ്ടാവും. അവരോട് ചിലപ്പോൾ സംവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആൾക്കാര് എന്ന് പറയുന്നത് ഒരേ ചിന്തയുടെ ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരു ചിന്താ രീതിയുള്ള ആൾക്കാരുമായിട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും സുഖവും സന്തോഷമായിരിക്കും. അത് എയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ലെങ്ത്തിന് ചേഞ്ച് വരും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടിയെക്കുറിച്ചും കുടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നത്. അത് മിക്കവാറും ഒരേ വേവ് ലെങ്ത്തിലായി. ഇനി അതല്ല രണ്ട് പേഴ്സണൽ കാര്യങ്ങളിലേക്കാണ് പോകണമെങ്കിൽ അത് വേവ് ലെങ്ത് വ്യത്യസ്തമായിരിക്കും. അതായത് മക്കളുടെ കാര്യം എടുത്ത് പറയാൻ തുടങ്ങി വെച്ചു. അപ്പൊ അയാൾക്ക് മറ്റേ ആൾക്ക് മക്കളെ എങ്ങനെ ആവണം എന്നുള്ള അയാൾക്കൊരു കാഴ്ചപ്പാടാണ്, എനിക്കൊരു കാഴ്ചപ്പാട്. അത് മിക്കവാറും രണ്ടും രണ്ടായിരിക്കും. കല്യാണമായാലും മറ്റുള്ള മക്കളെ എങ്ങനെ ഇങ്ങോട്ട് സഹായിക്കണം, ഞാൻ കുറെ കാലം മക്കളെ സഹായിച്ച അവരെന്നെ നോക്കണ്ടേ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു മറ്റേ ആള്. ഞാൻ നേരെ തിരിച്ചാണ്, മക്കൾക്ക് ഞാൻ ഇത്രയും കാലം സഹായം ചെയ്തത് അത് അവർക്ക് വലുതാവാൻ വേണ്ടിയാണ്, ഇനി അവരായി അവരുടെ പാടായി എന്ന് ചിന്തിക്കുന്ന ആള് ഞാനാണെങ്കിൽ ഈ രണ്ട് വേവ് ലെങ്ത്തിലായി. അപ്പൊ ഇവര് രണ്ടുപേരും കുടിയന്മാരാണ്. പക്ഷെ കുടിയുടെ കാര്യം പറയുമ്പോൾ രണ്ടുപേരുടെയും ബ്രെയിനിൽ രണ്ടുപേരുടെയും ശരീരത്തിൽ ഒരേപോലെയാണ് ഇത് എഫക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടുപേരും തമ്മിൽ സംവദിക്കുമ്പോൾ ഒരേ വേവ് ലെങ്ത്തിലായിരിക്കും ചർച്ച നടക്കുക കുടിയുടെ കാര്യം. എന്നാൽ ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സൗഹൃദം ബലപ്പെടുകയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പേഴ്സണൽ ആയിട്ട് അങ്ങ് അടുത്ത് കഴിയുമ്പോൾ ആ പേഴ്സണൽ അടുക്കുന്നതിന്റെയും വേവ് ലെങ്ത് ഒന്നല്ലെങ്കിൽ നമുക്ക് പ്രശ്നം. കാരണം ഏതിലുള്ള എല്ലാവരും വന്നിരിക്കുന്നത് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് വ്യത്യസ്ത മനസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് രാഷ്ട്രീയം എടുത്തു നോക്കാം, അവർ വ്യത്യസ്ത രാഷ്ട്രീയമായിരിക്കും. മതം എടുത്തു നോക്കാം, അവർ വ്യത്യസ്ത മതമായിരിക്കും. അങ്ങനെ ഓരോന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ നമുക്കത് യോജിക്കാൻ പറ്റാത്തുണ്ടാവും. അപ്പൊ അതിലേക്ക് നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവാറുണ്ട്. എനിക്കും അത് പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ അല്ലാതെ അതിനപ്പുറത്തേക്ക് പോവാൻ പറ്റുന്നവരോട് മാത്രമേ നമ്മൾ ഡിസ്കഷനിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മളെ അസ്വസ്ഥനാക്കും. അപ്പൊ നമ്മൾ അവരെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, അവരോട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പൊ നമുക്കൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിശീലനം സിദ്ധിച്ച ഒരു നാവികനാണ് എങ്കിൽ എവിടെ എപ്പോ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് അറിയാലോ. അപ്പൊ ആരോട് എപ്പോഴെങ്ങനെ സംസാരിക്കണം, ഇടപെടണം എന്നുള്ളത് ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇയാളോട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ തികച്ചും പേഴ്സണിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അലോസരപ്പെടുത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. സെയിം ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വളരെ അപൂർവമായിട്ട് കിട്ടും. ചിലപ്പോൾ അത് ജോലി വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ജോലിയിൽ എല്ലാ ആൾക്കാരും റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാരാണ് മീറ്റിങ്ങിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ആ അസ്വസ്ഥതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. മറിച്ച് നമ്മൾ യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. മദ്യാസക്തി എന്ന് പറയുന്ന ഒരു രോഗവും അത് ശരീരവും മനസ്സും എഫക്ട് ചെയ്യുന്ന രീതിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വീകരിക്കുന്ന മാർഗവും ഇതെല്ലാം മിക്കവാറും എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കും.
അങ്ങനെ വന്നു കഴിയുമ്പോൾ കാലക്രമേണ ഈർഷ്യ ഉളവാക്കുന്നവരിൽ നിന്ന് ലാഘവത്തോടെ നടന്നകലാൻ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ മെല്ലെ എന്ത് ചെയ്യുന്നു, മെല്ലെ ഒഴിവാക്കുകയല്ല ചെയ്യുക, പിണങ്ങല്ല ചെയ്യുന്നത്. ഞാൻ അവരോട് ഒരു മിതമായ അകലം പാലിക്കുന്നു. നേരത്തെ അവരെ സൗമ്യമായി നമ്മൾ സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് അനുയോജ്യമായ വിധത്തിൽ നേരെയാക്കുവാൻ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നതിന് പകരമാണ് നേരത്തെ എന്താ ചെയ്തത്, അവരെ അവരുടെ കാഴ്ചപ്പാട് ശരിയല്ല, അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നിങ്ങൾ വളരൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എവിടെ അവർ മാറൂല. അപ്പൊ അങ്ങനെ ഞാൻ അസ്വസ്ഥനാവുന്നതിന് പകരം ഇപ്പോ അവരെ അവരുടെ വഴിക്ക് വിടാനുള്ള ഒരു ഒരു മനസ്സ് ഞാൻ വളർത്തിയെടുത്തു. ഇപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് നല്ല എനർജിയാണ് മനസ്സിന്. കാരണം എനർജി ലോസ് ആവുന്ന ഏതെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതെല്ലാം ഞാനിപ്പോ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. എനർജി ലോസ് ആവും. ഇനി അഥവാ എനർജി ലോസ് ആവുകയാണെന്ന് കണ്ടാൽ അപ്പൊ തന്നെ ചാർജ് ചെയ്യാനുള്ള മാർഗവും പഠിച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് ഈ ഈശ്വരന്റെ ശക്തി ഇവിടെ ഉണ്ടല്ലോ. എപ്പോഴാണോ നമുക്ക് എനർജി ലോസ് ആവുന്നത് അപ്പോൾ നമുക്ക് ഫുൾ എനർജിയെ നമുക്ക് സ്വീകരിക്കാനുള്ള ആള് ഇവിടെ തന്നെ ഉണ്ട്. ആ ആൾ എപ്പോഴും നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോ വിളിച്ചാലും നമുക്ക് യാത്രക്കിടയിലോ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കോ അതല്ല ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് പോലും നമുക്ക് ഈ പറഞ്ഞ എനർജിയെ നമുക്ക് ഉള്ളിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞ അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഇല്ലാതായി കിട്ടും. ഇനി മറ്റൊന്ന്, ഈ പറഞ്ഞ ആൾക്കാർ ആരും നമ്മളാണ് പോയി കുടിക്കുന്നത്. ഇവരൊക്കെ ആരും നമ്മളോട് കുടിക്കാൻ പറഞ്ഞിട്ടില്ല, കുടിക്കാൻ നിർബന്ധിച്ചിട്ടില്ല, നീ പോയി കുടിക്കടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്തത് അവരുടെ ആ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായം പറഞ്ഞതാ. അത് അവരുടെ ഒരു തെറ്റുമല്ല. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആണ് എന്റെ പ്രശ്നം. അങ്ങനെയാണ് ഞാൻ അസ്വസ്ഥനാവുന്നത്. എന്നിട്ടാണ് ഞാൻ പോയി കുടിക്കുന്നത്. വളരെ രസകരമായ കാര്യമാണത്. അവര് പറയണത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പറയുന്നു. ഞാൻ എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പറയുന്നു. എനിക്കത് ഇഷ്ടപ്പെടാതെ വരുന്നു. ഞാൻ എന്റെ എനർജി പോകുന്നു, ഞാൻ പോയി കുടിക്കുന്നു. അവരാരും എന്നോട് നീ പോയി കുടിക്കടാ എന്ന് പറഞ്ഞിട്ടല്ല ഇത് പറയുന്നത്. മറ്റാരെങ്കിലും നമ്മളെ കുടിക്കാൻ നിർബന്ധിച്ചതായി നമുക്ക് ഓർമ്മയില്ല. ആരും കെട്ടിയിട്ട് ഞങ്ങളുടെ വായിൽ ഒരിക്കലും മദ്യം ഒഴിച്ച് തന്നിട്ടുമില്ല. അങ്ങനെ ആരും നമ്മളെ ശാരീരികമായി നിർബന്ധിച്ച് കുടിപ്പിക്കാത്തത് പോലെ ഇപ്പോഴാർക്കും മാനസികമായി തളർത്തിയിട്ട് കുടിയിലേക്ക് ഓടിച്ചു വിടാനും പറ്റില്ല എന്ന് ഞാൻ തീരുമാനമെടുക്കണം. പിടിച്ചു കെട്ടിയിട്ട് വായിൽ ഒഴിച്ചു തരുന്ന അതേ എഫക്റ്റ് ആണ് നമ്മളുടെ മനസ്സിനെ തളർത്തിയിട്ട് നമ്മളെ കുടിക്കാൻ വേണ്ടി നീ തന്നെ ഓടിപ്പോയി കുടിച്ചോ എന്ന് പറയുന്ന സംഗതി. രണ്ടും സെയിം ആണ്. അപ്പൊ വേറെ ഒരാൾക്ക് എന്നെ പിടിച്ചു കെട്ടി കുടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എന്റെ മനസ്സിനെ തളർത്തുന്നത്. അതുകൊണ്ട് അതും നമ്മളൊരു മുൻകരുതലാക്കി എടുക്കണം. ആരെങ്കിലും എന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ കുടിക്കാൻ പോവാൻ വേണ്ടി അവൻ ചെയ്യുന്ന പണിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ മറികടക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഞാൻ ഏത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. ആ ശക്തി പ്രാപിക്കുന്നതിലെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ ജീവിക്കുക. അയാളായി അയാളുടെ പാടായി. മറ്റുള്ളവരുടെ പ്രവർത്തികളാണ് ഞങ്ങളെ കുടിക്കുന്നതിന്റെ കാരണമെന്ന് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ വിദഗ്ധരായിരുന്നു. എന്നാൽ സുബോധാവസ്ഥയിൽ ഞങ്ങൾ ഒരു പുതിയ വിദ്യ പഠിച്ചു. ഞങ്ങൾ ഒരിക്കലും മറ്റാരോടെങ്കിലും രൂക്ഷമായി നീരസമുള്ളവരാകാനും നമ്മൾ അവരോട് ഭയങ്കരമായ ദേഷ്യം, അസ്വസ്ഥത, വെറുപ്പ് ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനും അനുവദിക്കില്ല. അത് മുഖാന്തരം ഞാൻ പോയി കുടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനും എൻ്റെ മനസ്സിന് ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും ഒരു മോശ കാര്യം ചെയ്ത് എനിക്ക് വല്ലാത്ത വെറുപ്പ് വരുന്നത്,
വിദ്വേഷം വരികയാണ്. എന്നിട്ട് ഞാൻ പോയി കുടിക്കുക. അതിന് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. മറിച്ച് ആ ഒരു അവസ്ഥാവിശേഷത്തിൽ എനർജി താഴ്ന്നു പോകുമ്പോൾ ഞാൻ സ്വമേധയാ എനർജി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തും. ഒന്നുകിൽ ഞാനത് എടുക്കാതിരിക്കുക, ഞാനത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല. ഇനി രണ്ടാമത് ഉള്ളിലേക്ക് എടുത്തു പോയെങ്കിൽ ആ എടുത്തു പോയതിന് കുടിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നെ പണ്ടത്തെ പോലെ പറ്റിക്കാൻ കഴിയില്ല. ഈ ഒരു കബളിപ്പിക്കല് ഈ കുടിക്കുന്ന കാലത്ത് ധാരാളം നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന കാലത്ത് കുടി നിർത്തിയ അവസരങ്ങളിലെല്ലാം ഇതേപോലെ എന്തൊക്കെയോ സംഗതികളാണ് നമ്മളെ വീണ്ടും കുടിയിലേക്ക് നയിച്ചിട്ടുള്ളത്. ആരുടെയെങ്കിലും ചില പെരുമാറ്റങ്ങൾ, ആരുടെയെങ്കിലും ചില വാക്കുകൾ നമ്മളുടെ എനർജിയെ ലോസ് ആക്കും. നമ്മൾ എന്നിട്ട് വേഗം പോയി കുടിക്കും. അത് ശരിക്കും പിടിച്ചു വെച്ച് കെട്ടിയിട്ട് കുടിപ്പിക്കുന്നതിന് തുല്യമാണ് മാനസികമായി തളർത്തിയിട്ട് കൊണ്ടേ നമ്മൾ തന്നെ പോയി കുടിക്കുന്നത്. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ അതിനും നമ്മൾ വകവെച്ച് കൊടുക്കുന്നത് നമ്മളൊരു മണ്ടനായി പോകും. അതുകൊണ്ട് നമ്മുടെ ഒരാൾക്കും എന്നെ പിടിച്ചു വെച്ച് കുടിപ്പിക്കാനുള്ള ഒരു നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാവാനും അനുവദിക്കില്ല. വിശേഷാൽ അത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള കാരണമാവുന്ന പരിധി വരെ മറ്റൊരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് അനുവദിക്കാൻ ആഗ്രഹമില്ല എന്ന് ഞങ്ങൾ കണ്ടെത്തി. എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക്. അത് വേറെ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ തീരുമാനത്തിന്റെ ഉത്തരവാദി ഞാനാണ്. ഞാൻ കുടിച്ചതിന്റെ ഉത്തരവാദി ഞാനാണ്. അതുകൊണ്ട് കുടിക്കാതിരിക്കുന്നതിന്റെ ഉത്തരവാദി ഞാനാണ്. അപ്പൊ തീരുമാനം എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ തീരുമാനത്തെ സ്വാധീനിക്കാൻ മറ്റൊരു വ്യക്തിയെയും അനുവദിച്ചുകൂടാ, മറ്റൊരു സംഭവത്തെയും അനുവദിച്ചുകൂടാ. സംഭവങ്ങൾ വരാം, വ്യക്തികൾ വരാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക മാറ്റം സംഭവിക്കുക. നേരത്തെ ആണെങ്കിൽ ഈ പറഞ്ഞ കുടിക്ക് വേണ്ടിയിട്ട് ഒരു കാരണം കിട്ടാൻ കാത്തിക്കുക. അപ്പോഴേക്ക് നമ്മുടെ എനർജി അങ്ങ് താഴെ പോകുന്നു, വേഗം പോയി കുടിക്കണം. ഇപ്പോൾ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ നമ്മുടെ മാനസിക സ്ഥിതിയൊക്കെ മാറി, നമുക്ക് എനർജി കൈവന്നു. അതുകൊണ്ട് ഇപ്പൊ പവർഫുൾ ആണ്. അതുകൊണ്ട് ഒരാൾക്കും എൻ്റെ മനസ്സിനെ കുടിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. നാം മറ്റൊരാളുടെ ചെരുപ്പുകൾ ഉപയോഗിച്ച് അയാൾ നടക്കുന്ന വഴികളിൽ ഒരു നാഴികയെങ്കിലും നടക്കുന്നത് വരെ അയാളെ വിമർശിക്കരുതെന്ന് ഒരു പഴയ ജ്ഞാനി ഉപദേശിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ വ്യക്തിയും അവര് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. അവരെല്ലാവരും തന്നെ വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നവരുമാണ്. അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അവരുടെ ഭാഗത്ത് ആയിരുന്നു എങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് തോന്നും. ഞാനാണെങ്കിൽ അതിനേക്കാളും മോശമായിട്ട് പ്രതികരിച്ചത്. മറ്റൊരാളുടെ ചെരുപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഞാനായി മാറുക. അപ്പൊ നമുക്ക് തോന്നും ഈ പറഞ്ഞ ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നല്ല, അവർക്കൊക്കെ എന്തൊക്കെയോ തരം പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല പ്രശ്നമുള്ളത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്. നമ്മളുടെ സമസൃഷ്ടങ്ങളായ മനുഷ്യരോട് കൂടുതൽ അനുകമ്പ ഈ ഉപദേശത്തിന് ഉണ്ടാകുന്നു. അത് നടപ്പിലാക്കിയാൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു മാനസിക അവസ്ഥ ഉണ്ടാവും. അമിത മദ്യപാനത്തിന് ശേഷം തോന്നുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരെ വിപരീതമായ ഒരു അനുഭവമാണിത്. ഈ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു മാനസിക ആശ്വാസത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. ആ മാനസികാവസ്ഥയുടെ ഒരു 10%, 5% പോലും ഇല്ല ഈ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം. എന്നാൽ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസ്വസ്ഥത വളരെ ഭീകരമാണ്. എന്നിട്ടും നമ്മൾ ആ ഭീകരമായ അസ്വസ്ഥത തെരഞ്ഞെടുക്കുന്നു എങ്കിൽ
അത് നമ്മളൊരു മണ്ടനല്ലെന്ന് എന്താ പറയാ. ഇവിടെ ആണെങ്കിൽ ഈ അസ്വസ്ഥത പരിഹരിക്കാൻ ചിലപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മതിയാവും. മറ്റേതാണെങ്കിൽ ഒരു കാലത്തും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ അസ്വസ്ഥത അങ്ങോട്ട് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ ചിന്തയും ശരിയായ വിശ്വാസവും ഉണ്ട് എങ്കിൽ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. അവിടെ ജീവിക്കാൻ അനുവദിക്കുക ശരിയാണ്. പക്ഷെ ഞങ്ങളിൽ ചിലർ ഈ ആപ്തവാക്യത്തിലെ ജീവിക്കുക എന്ന ഭാഗത്തിനാണ് ഊന്നൽ നൽകുന്നത്. എനിക്ക് ജീവിക്കണം, എനിക്കും ജീവിക്കണം. എനിക്കും ജീവിക്കണമെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. മറ്റവരെ ചീത്ത പറയാം, മറ്റവരെ വഴക്ക് പറയാം, മറ്റവരെ വേണമെങ്കിൽ എടുക്കാം. എനിക്ക് എൻ്റെ സ്വാർത്ഥത, എനിക്ക് ശരിയാവണം, എൻ്റെ കാര്യം ശരിയാവണം എന്നുള്ളതാണ് ജീവിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തതാണ് ജീവിക്കാൻ അനുവദിക്കുക. എന്നെ പോലെ തന്നെ അവകാശം മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരും അവരുടേതായ രീതി ജീവിക്കട്ടെ എന്ന രണ്ടാമത്തെ ഭാഗത്തിന് ഊന്നൽ നൽകുമ്പോൾ ആണ് ശരിക്കും ഒന്നാമത്തെ ഭാഗമായ ജീവിക്കുക എന്നുള്ളത്. എനിക്ക് ജീവിക്കണം, അതിനെന്ത് മാർഗം, പല സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അതില് രണ്ടാമത്തെ ഭാഗം കൂടി ഉൾപ്പെട്ട് പറഞ്ഞു. സ്വന്തം ജീവിതം പൂർണ്ണമായും ആസ്വദിക്കാനുള്ള മാർഗങ്ങൾ തേടിയുള്ള നിരന്തര യത്നങ്ങൾക്കിടയിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ട ഏത് രീതിയിലും ജീവിക്കുന്നതിന് അവരെ അനുവദിക്കുന്നതിന് ഞങ്ങൾ സംതൃപ്തരായിരുന്നു. ഓരോരുത്തർ അവരവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ നട്ടോട്ട് ഓടുമ്പോൾ അവരങ്ങനെ ജീവിച്ചോട്ടെ, അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ അവർ പോവും. നമ്മളുടെ ജീവിതം രസകരവും ക്രിയാത്മകവും ആണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ പറ്റി ആശങ്കപ്പെടാനോ നമുക്ക് വ്യഗ്രതയോ ആഗ്രഹമോ തീർച്ചയായും ഉണ്ടാവില്ല. ഈ കുറ്റം കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ പറയുക, മനഃശാസ്ത്രം പറയുന്നത്, ആരുടെ ഉള്ളിലാണോ ഒരുപാട് കുറ്റവും കുറ്റബോധവും ഉള്ളത്, ഈ ആൾക്കാണ് മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ വലിയ പ്രവണതകളുള്ളവർ. നമ്മളുടെ നമ്മളൊരാളുടെ കുറ്റം കാണാൻ, നെഗറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ഉള്ള ഒരു തകരാറാണ് അയാൾ. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ, എന്നെ കണ്ടിട്ടുള്ളവരുണ്ടാവും, ഇതിനകത്ത് ജെയിംസ് ചേട്ടനൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുൻവശത്തെ മുകളിലെ പല്ലിൽ ഒരു പല്ല് പൊട്ടിയതാ. ആ പല്ലിന് ചെറിയൊരു കളർ മാറ്റമുണ്ട്. അപ്പൊ ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, എത്രയോ കാലമായി ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. എന്നോട് ആരും ഈ പല്ല് പൊട്ടിയതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ആ പല്ലിന്റെ കളർ മാറിയതിനെ കുറിച്ച് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരാള്, എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, ഒരാളെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പല്ല് എങ്ങനെയാ പൊട്ടിയത്, നിങ്ങളുടെ പല്ലിന് എന്താ കളർ മാറിയത് നിൽക്കുന്നത്, അതെങ്ങനെയാ പൊട്ടിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പൊട്ടിയത് ഞാൻ 1982 പൊട്ടിയതാണ്. 43 കൊല്ലം മുമ്പ് പഠിക്കുന്ന സമയത്ത് പൊട്ടിയതാണ്. എന്നിട്ട് അതിനെന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വളരെ കാര്യമായിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ എന്താ സംഭവം, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ പല്ല് പൊട്ടിയ അതേ പല്ല് അയാളുടെ പറഞ്ഞു പോയി. അയാളുടെ പല്ലും ഇതേപോലെ പൊട്ടിയതായിരുന്നു. എന്നിട്ട് അത് അയാൾ പറിച്ചു കളഞ്ഞു. അപ്പൊ ഒരു പല്ലിന്റെ ഗ്യാപ്പുള്ള ഒരു മനുഷ്യനാണ് എന്നോട് ഇത് ചോദിക്കുന്നത്. അപ്പൊ അയാളുടെ ആ പല്ല് ഇല്ലായ്മ ഉള്ളത് കൊണ്ട് അയാൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പല്ല് നോക്കി നടക്കുക. അതുകൊണ്ടാണ് അയാൾ എന്നെ കണ്ട പാടെ ഓടി വന്ന് പല്ലിന്റെ കാര്യം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഒരാളുടെ കയ്യിൽ എന്താണോ കുറവുള്ളത്, ആ കുറവ് ഉണ്ടെങ്കിൽ ആ കുറവ് മറ്റുള്ളവരിൽ കാണാൻ വേണ്ടിയിട്ട് ഇയാൾ വല്ലാതെ നോക്കി നടക്കും. ഇപ്പൊ നിങ്ങളെ ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ കുറ്റം അയാളിലുണ്ട് എന്ന് അയാൾക്ക് അറിയാമുള്ളത് കൊണ്ടാണ് അയാൾ നമ്മളിൽ കുറ്റം പറയുന്നത് എന്നെനിക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ പിന്നെ എത്രയോ വർഷങ്ങളായി, 43 വർഷമായിട്ട് ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ഇയാൾ വന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം അയാളുടെ ആ പല്ലില്ല. അതുകൊണ്ട് അയാൾ വേഗം എന്റെ പല്ലിന് കേട് അയാൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അയാൾ എന്നോട് പറയാണ്, അത് കേടായി പോകട്ടോ, അത് പറഞ്ഞു പോവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട് അയാൾ പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 43 കൊല്ലമായിട്ട് അങ്ങനെ ഇരിക്കുന്ന, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു.
ഓക്കെ. നമ്മള് നമ്മുടെ ജീവിതം രസകരവും ക്രിയാത്മകവുമാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ പറ്റി ആശങ്കപ്പെടാനോ ഹലോ വിജയമാഷെ, കേക്കണില്ലല്ലോ. കേട്ടില്ല. വിജയമാഷ് കട്ടായി പോയി. ഇപ്പൊ വരും, ഇപ്പൊ കേറും. പുള്ളി അറിഞ്ഞാണ്. അറിഞ്ഞു കാണാൻ വഴിയില്ലാന്ന് എനിക്ക് തോന്നുന്നു.